ഏതാണ്ട് 85 അടി നീളമുള്ള ബെയിലി പാലങ്ങളാണ് നിർമ്മിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ പാലം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം എന്ന് പറയുന്നത് കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഈ തിരച്ചിലിന് വേണ്ടി മുണ്ടക്കൈയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണല്ലോ. അപ്പോൾ നാളെ വൈകുന്നേരത്തോടു കൂടിയേ പാലത്തിൻ്റെ പണി പൂർത്തിയാകൂ എന്ന് പറയുമ്പോൾ അത് രക്ഷാദൗത്യത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഈ പാലം സജ്ജമാവുന്നതോടെ ഗോപി ഈ ഇരു കരകളും തമ്മിൽ ഉള്ള ബന്ധം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗതാഗതം വളരെ കാര്യക്ഷമമാകുമെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ആ ഭാഗത്തെ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടുന്ന ഭക്ഷണമോ വെള്ളമോ ഒന്നും കൃത്യമായി എത്തിക്കാൻ കഴിയാത്തത് ഇത്തരം ഒരു ഗതാഗത സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അക്കരെ ഇക്കരെ കടക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അതിന് ആർമിയുടെ താൽക്കാലിക പാലത്തെ മാത്രമേ ആശ്രയിക്കാൻ കഴിയൂ. അത് വെള്ളം ഉയരുമ്പോൾ അവർക്കത് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. റിസ്ക് എടുത്താണ് ഇന്ന് അവരത് പ്രവർത്തിപ്പിച്ചത്. അപ്പോൾ അത്തരമൊരു പ്രതിസന്ധി അവിടെ ഉള്ളത് മറികടക്കാൻ ഈ താൽക്കാലിക പാലം വരുന്നതോടെ കഴിയും. തന്നെയുമല്ല, അവിടെ ആളുകളെ പരിക്കേറ്റവരെയൊക്കെ നമുക്ക് ഈ റോപ്പ് വേയുടെ സഹായമല്ലാതെ ഈ പാലത്തിലൂടെ നേരെ നമുക്ക് വൈദ്യുതി സഹായം കിട്ടുന്ന സ്ഥലത്തേക്ക് വേഗത്തിൽ കൊണ്ടുവരാൻ കഴിയും. യന്ത്രസാമഗ്രികൾ ഇപ്പോൾ വലിയ ഹിറ്റാച്ചി മെഷീനുകൾക്കൊക്കെ ഈ പുഴയിലെ നീരൊഴുക്കിനെയൊക്കെ നേരിട്ട് അക്കരയ്ക്ക് പോകാൻ കഴിയും. അവ അങ്ങനെ തന്നെയാണ് ഇന്ന് അതിന്റെ ഓപ്പറേറ്റർമാർ അക്കരയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അപ്പോൾ അതിനിടയിൽ ഈ ട്രക്ക് ആർമി ഉപയോഗിക്കുന്ന യുദ്ധ കാലത്തും സമാധാന കാലത്തും ഒരുപോലെ ഉപയോഗിക്കുന്ന ട്രക്കുകൾ ഇവിടേക്ക് വരുന്നു എന്ന വിവരം കേട്ടിരുന്നു. പക്ഷെ പിന്നീട് അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ ഡൽഹിയിൽ അതിനൊരു കൺഫർമേഷൻ കിട്ടുമെന്ന് കരുതുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഈ പറയുന്ന ടെറൈനിൽ നന്നായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. കല്ലും അതുപോലെ തന്നെ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ അത് ഓടിച്ചു പോകാൻ കഴിയും. അത്യാവശ്യം പുഴ, വെള്ളം, അതിലൊക്കെ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയും. അത്തരം ഒരു വാഹനമൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ മേഖലയിൽ ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ അത് രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ അത് നമുക്ക് കാണണ്ടെങ്കിൽ പോലും നമുക്കൊരു സെക്കൻഡ് ലൈൻ ഒരു ഫോഴ്സായി നമുക്കതിനെ ഈ മേഖലയിൽ ഉപയോഗിക്കാൻ കഴിയും. അത് വരുന്നുണ്ടെന്ന് കേട്ടിരുന്നു. പക്ഷെ പിന്നീട് അതിലൊരു കൺഫർമേഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ ഉള്ളത് ഈ ദൗത്യ സംഘങ്ങളെ ഏകോപിപ്പിക്കലാണ്. അത് ഇന്നിപ്പോ നമ്മൾ കണ്ടത് ഈ നൂറുകണക്കിന് ആളുകൾ അവിടെ നിന്ന് മുണ്ടക്കൈയിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ അത്രയും ആളുകൾ ഒരു പോയിന്റിൽ പോകണമോ അതോ അവരെ വിഭജിച്ച് പല പല കേന്ദ്രങ്ങളിലേക്കായി അവരുടെ സേവനം ഉപയോഗിക്കണോ എന്നതിലൊക്കെ ഒരു തീരുമാനം ജില്ലാ ഭരണകൂടമാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് പോകുന്നതിലും നല്ലത് അങ്ങനെയാണോ പോകേണ്ടത്, അതോ പല സ്ഥലങ്ങളിലേക്ക് ഈ സംഘത്തെ വിഭജിച്ച് രണ്ടോ മൂന്നോ സംഘങ്ങളായി പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണോ നല്ലത് എന്നതിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഇപ്പം അവർ സ്വമേധയാ ഈ പറയുന്ന ഈ സംഘങ്ങൾ എന്ന് വെച്ചാൽ ഈ സന്നദ്ധ പ്രവർത്തകരടങ്ങുന്ന സംഘങ്ങൾ സ്വമേധയാ ഒരു തീരുമാനം എടുത്ത് പോവുകയാണ്. അപ്പൊ അവരെ കൂടി ഏകോപിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അതിനുള്ള ക്രമീകരണങ്ങളും ഉണ്ടാകുമെന്ന് കരുതാം. നാളത്തെ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ അത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നേക്കും എന്നാണ് അറിയുന്നത്. ജില്ലയിലെ റവന്യൂ അതുപോലെ തന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒക്കെ ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ആരോഗ്യ പ്രവർത്തകരൊക്കെ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവരിവിടെ അടിയന്തര വൈദ്യസഹായം വേണ്ട കേസുകൾ അപ്പോൾ തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ വ്യോമസേന ഒരു എയർലിഫ്റ്റിന് സജ്ജമാകുന്നു എന്നറിഞ്ഞതോടുകൂടി അവരവിടേക്ക് വളരെ വേഗത്തിൽ ഓടി എത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ വ്യോമസേന അവിടെ ഇറങ്ങിയില്ല. കുറെ ഈ ഡോക്ടേഴ്സ് അടങ്ങുന്ന ഒരു സംഘം അവർ ഇന്ന് ഈ മുണ്ടക്കൈയിലേക്കും കയറിപ്പോയിരുന്നു. അപ്പോ എല്ലാവരും ആക്റ്റീവാണ്, അങ്ങേയറ്റം സജീവമാണ്. കാര്യങ്ങൾക്കെല്ലാം ഏകോപനവും ഉണ്ട്, എല്ലാം എത്തുന്നുണ്ട്. അപ്പോ നമുക്ക് ഇതൊരു വല്ലാത്ത പ്രതിസന്ധി വെച്ചാൽ മണ്ണിനടിയിലെ തെരച്ചിലാണല്ലോ. അപ്പോൾ അതിൻ്റെതായ ഒരു കാലതാമസവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിനെ നമുക്ക് ആ മട്ടിലേ കാണാൻ കഴിയൂ. എന്നാലും ഈ പറയുന്ന ഇത്രയും ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തി നമ്മൾ നടത്തുന്ന ഈ നീക്കങ്ങൾ നാളെയോടെ കുറെ കൂടി ഫലപ്രദമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഗോപി, വിജയകുമാർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മുണ്ടക്കൈയിൽ ഈ പറയുന്ന വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ സംസ്ഥാനത്തെ 2 സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടലുണ്ടായി. ഒന്ന് കോഴിക്കോടാണ്, അവിടെ 9 ഇടത്ത് ഉരുൾപൊട്ടലുണ്ടായി, ഒരാളെ കാണാനില്ല എന്ന വാർത്ത വന്നു. അതുപോലെ മൂന്നാറിൽ 3 ഉരുൾപൊട്ടി. ഇന്നിപ്പോൾ അറിയാൻ കഴിയുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം എവിടെയാണോ കോഴിക്കോട് ഉരുൾപൊട്ടലുണ്ടായത് അവിടെ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി. കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘം അവിടെ ഉള്ളപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നത്. റെസ്ക്യൂ സംഘം അവരെ രക്ഷിക്കുകയായിരുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസവും ഈ മുണ്ടക്കൈയിൽ വീണ്ടും ഈ പറയുന്ന ഉരുൾപൊട്ടലിൻ്റെ വാർത്ത വന്നിരുന്നു. അത് സ്ഥിരീകരിക്കപ്പെട്ടോ എന്നറിയില്ല. കൂടാതെ ഇന്ന് നേരത്തെ വിജയകുമാർ അടക്കം പറയുന്നുണ്ടായിരുന്നു ഈ താൽക്കാലിക പാലം മുങ്ങുന്നൊരു അവസ്ഥയുണ്ടായി എന്ന്. അപ്പോൾ ഇതൊക്കെ നൽകുന്ന സൂചന എന്താണ്? നാളെയും ഈ പറയുന്ന കാലാവസ്ഥയുടെ സ്വഭാവം മാറിയേക്കാം, ഉരുൾപൊട്ടലിൻ്റെ ആവർത്തനം എന്ന് പറയുന്ന ഭീഷണി നമ്മുടെ മുന്നിലുണ്ടോ? എന്തൊക്കെയാണ് അത്തരം വെല്ലുവിളികൾ?
വേണവും ഇവിടെ പെയ്യുന്ന മഴ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു പരിചയമുള്ള മഴയല്ല. നമ്മൾ ഇന്നലെ നമ്മളുടെ ഈ റിപ്പോർട്ടിംഗ് ജോലി അവസാനിപ്പിച്ച് ഇവിടുന്ന് ഒരു 10 മണിയോടെ മടങ്ങുമ്പോൾ ഒരു പെരുമഴ എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ അത് പേമാരിയായിരുന്നു. നമ്മൾ സഞ്ചരിച്ചത് ഇവിടുത്തെ ഈ രക്ഷാപ്രവർത്തകർക്ക് അനുവദിച്ച ഒരു ജീപ്പിലായിരുന്നു. ആ ജീപ്പിന്റെ മുന്നിലേക്ക് വന്നു വീഴുന്ന വെള്ളത്തുള്ളി എന്ന് പറയുന്നത് നമ്മൾ അത്തരം ഒരു മഴ നമ്മൾ കണ്ടിട്ടില്ല. അത്തരം മഴയാണ് ഇവിടെ പെയ്തിറങ്ങുന്നത്. ആ മഴത്തുള്ളി ആ വെള്ളമാണ് ഈ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന ഈ മൺകൂമ്പാരത്തിലേക്ക് തുടർച്ചയായി വീഴുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രതിസന്ധി. ഇപ്പോൾ സർക്കാരിന്റെ തന്നെ കണക്കനുസരിച്ച് ഇവിടെ പെയ്യുമെന്ന് കരുതിയ മഴയുടെ ഇരട്ടിയുടെ അധികം മഴ ആ മേഖലയിൽ പെയ്തു. അതാണ് ഇത് മണ്ണ് ഈ കുത്തനെ ഇടിഞ്ഞു പോരാൻ കാരണമെന്ന് സർക്കാരിന് തന്നെ കണക്കുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അത് വസ്തുതയുമാണ്. കാരണം ഒരു ഭൂപ്രദേശത്ത് തുടർച്ചയായി അതിതീവ്ര മഴ ഇങ്ങനെ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇടവേളകൾ പോലും എടുക്കാതെ. അതാണ് ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്, ഉച്ചയ്ക്ക് ശേഷം പക്ഷേ ഓറഞ്ച് അലേർട്ട് റെഡ് അലേർട്ടിന് സമാനമായ മഴ പെയ്തു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. അപ്പൊ നാളെയും ഓറഞ്ച് അലേർട്ട് ഉണ്ട്. ഇപ്പം മഴ പെയ്യുന്നില്ല, ചാറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നാളെ ഈ ഓറഞ്ച് അലേർട്ട് മഴ അതിതീവ്ര മഴയിൽ നിന്നും തീവ്ര മഴയിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് അത് കുറെ കൂടി ആശ്വാസം നൽകും. ഇവിടെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ അത് ആശ്വാസം നൽകും. അത് വീണ്ടും ഈ റെഡ് അലേർട്ട് സ്വഭാവത്തിൽ മഴ പെയ്താൽ നമ്മൾ വീണ്ടും പ്രതിസന്ധിയിലാവുകയും ചെയ്യും. തന്നെയുമല്ല ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങളിലൊക്കെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവിടെയൊക്കെ ഈ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന മണ്ണ് വേണമെങ്കിൽ വീണ്ടും അതിന് താഴ്വശത്തു നിന്ന് ഇളകി ഇങ്ങ് പോരാം. അത് നമ്മൾ കരുതിയതിനൊക്കെ അപ്പുറത്തേക്ക് അപകടം ഉണ്ടാക്കുകയും ചെയ്യും. കാരണം ആളുകൾ അവിടെ ഈ ദൗത്യം അതിനിടയിൽ വീണ്ടും വെള്ളം കുത്തിയൊലിച്ച് വരുന്നതൊക്കെ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ഊഹിക്കാവില്ല. അപ്പോൾ അത്തരം ഒരു റിസ്ക് അതിലുണ്ട്. പക്ഷെ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ജോലി ഇവർ ഏറ്റെടുത്ത് നടത്തുന്നതെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ജില്ലാ ഭരണകൂടമൊക്കെ നിരന്തരമായി അവരെ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ വയനാട് ജില്ലാ കളക്ടറുടെ ഒരു ഉത്തരവ്, ഒരു നിർദ്ദേശം വന്നത് ഇത്തരം മേഖലകൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്തിരുന്നു. അവിടങ്ങളിൽ തുടരരുത് എന്നും ഈ സമയത്ത് ഈ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് മാറണമെന്ന് അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ മാറിയിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ അത് അവിടെ തുടരുന്ന അപകടം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ശരി, ചൂരൽമലയിൽ നിന്നാണ് എസ് വിജയകുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രക്ഷാദൗത്യത്തിന്റെ 2ാം നാൾ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ അഭയം കാത്തു നിന്ന ആളുകളെ മുഴുവൻ ആശ്വാസ തീരത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് മുണ്ടക്കയിലാകട്ടെ അതല്ലെങ്കിൽ അട്ടമലയിലാകട്ടെ അവിടെ കുടുങ്ങിക്കിടന്നിരുന്ന ആളുകളെ സൈന്യത്തിന് രക്ഷപ്പെടുത്തി ചൂരൽമലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇനിയുള്ള തിരച്ചിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, നിർണായകമാണ്. കാരണം ആരെങ്കിലും ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, മണ്ണും കല്ലും പാറയും മരങ്ങളുമൊക്കെയായി ഒലിച്ചിറങ്ങിയ ആ പ്രദേശത്ത് അവിടെ ഏതെങ്കിലും ജീവന്റെ ഒരു തുടിപ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, കാണാതായവരെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുക. ഇതൊക്കെയായിരിക്കും നാളെ നടക്കുന്ന രക്ഷാദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിൽ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് മോശം കാലാവസ്ഥ തന്നെയാണ്.